എല്ലാ കെട്ടും നമ്മളെ അഴിക്കാൻ നമുക്ക് സാവകാശമില്ല. കാരണം എന്താ, നമ്മൾ ഓൾറെഡി എന്താ പറയുക, ഒരു റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ നമുക്കൊരു ലക്ഷ്യം ഇട്ട് തന്നതിൻ്റെ പുറകെയാണ് ഇപ്പോഴും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊരു കയറ് കൊണ്ട് കെട്ടിവെച്ച സാധനം നമ്മൾക്ക് ആ കയറ് ഊരിയെടുത്തിട്ട് ആ സാധനം എടുത്താൽ മതി. പക്ഷെ നമ്മളെന്ത് ചെയ്യും, കയറ് വലിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ ലക്ഷ്യമുള്ളതുകൊണ്ട് കയറ് സ്ട്രോങ് അല്ല എന്നുള്ളൊരു തീരുമാനമുണ്ട്. പക്ഷെ നമ്മൾ വലിക്കുമ്പം കയറ് സ്ട്രോങ് ആവുകയും ചെയ്യും, ഈ കെട്ടിവെച്ച സാധനമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. എന്നതുപോലെ നമ്മുടെ ഉള്ളിൽ പലപ്പോഴായിട്ട് നമുക്ക് കിട്ടിയ വേദനകളും അപ്രീസിയേഷനും നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത ഓരോ അവസ്ഥയും അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിനെ ബാധിച്ചെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഈസി ആയിട്ട് ആരെങ്കിലുമായിട്ടുള്ള ബന്ധമോ എന്തെങ്കിലും അറിവോ എന്തിലെങ്കിലും മാസ്റ്റർ ഡിഗ്രിയോ എടുത്തിട്ട് പതുക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കെട്ട് അഴിക്കണ ഭാഗത്തേക്ക് മാറൂല. മറിച്ച് ഈ അണ്ടർസ്റ്റാൻഡിങ് ഉപയോഗിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പം അവിടെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുക. മറിച്ച് എത്രത്തോളം പഴകിയതാണ് ഈ കെട്ട്, എത്ര കാലമായിട്ട് എന്നിലുണ്ട്, കാരണം അതുകൊണ്ടാണല്ലോ എനിക്ക് എന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ വളരെ സ്ലോലി നമ്മളെ ശ്രദ്ധിച്ച് ഈ കെട്ട് പതുക്കെ അഴിച്ചെടുക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കും ഈ വിശാലമായ ലോകം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരു ലക്ഷ്യവുമില്ലാതെയാണെന്ന്. ഈ കെട്ടും പാടുകളും നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഓടിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ചാൽ മതി, വളരെ റിലാക്സായിട്ട് ഇരുന്നാൽ മതി. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അപ്പോൾ ഈ കെട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് മനസ്സ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നമ്മൾ നിയന്ത്രിക്കുന്നത്. ആ നിയന്ത്രണം നമ്മൾ ഉണ്ടാക്കിയതുമല്ല, അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയന്ത്രണമാണ്. പിന്നെ നമുക്ക് ആരെ വിട്ടുകൊടുക്കാനോ, എന്താണ് അറിയാനുള്ളത്? സിമ്പിളല്ലേ?